73-ാമത്തെ പേജിലെ 2 ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. കലണ്ടർ കണക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തടുത്തുള്ള ഇങ്ങനെ ഒരു സമയതരം എടുത്തു കഴിഞ്ഞാൽ ആ സംഖ്യകളുടെ ഗുണനഫലത്തിൻ്റെ വ്യത്യാസം. ഇത് കലണ്ടർ അല്ല, ഇവിടെ 5 വരെയുള്ള സംഖ്യകളാണ് ഒരു ലൈനിൽ എഴുതിയിരിക്കുന്നത്. 1 to 5, ദെൻ 6 to 10 ഈ രീതിയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകൾ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 1 ഗുണം 7 7ആണ്. 6 ഗുണം 2 6 ഗുണം 2 12. ഇനി വേറെ ഏതെങ്കിലും അടുത്ത 2 സംഖ്യകൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് വ്യത്യാസം 5ആണ്. വേറെ 2 സംഖ്യകൾ എടുത്തു കഴിഞ്ഞാൽ ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗുണിക്കാനുള്ള എളുപ്പത്തിനാണ് ഇതെടുത്തിരിക്കുന്നത്. 40 45. ഇത് തമ്മിൽ ഗുണിച്ചാൽ 40, ഇത് തമ്മിൽ ഗുണിച്ചാൽ 45. അപ്പോൾ ഇതിൻ്റെയും വ്യത്യാസം 5ആണ്. ഇനി നമുക്കിത് തെളിയിക്കേണ്ടത് ഓൾജിബ്ര ഉപയോഗിച്ചിട്ട് ഇത് തെളിയിക്കണം. അപ്പോൾ നിങ്ങളിത് ഇനിയും കൂടുതൽ ഉദാഹരണങ്ങളെടുത്ത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ഇതിൻ്റെ വ്യത്യാസം 5ആണ് കിട്ടുള്ളൂ. ഇത് നമുക്ക് ഓൾജിബ്ര ബീജഗണിതം ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു കോളം വരച്ചു കഴിഞ്ഞാൽ സമേതരാക്കി. ഇപ്പോൾ ഇവിടെ എക്സ് ആണെങ്കിൽ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് അതിനോട് 1 കൂട്ടുന്നതായിരിക്കും. നോക്കുക, 1 കൂടിയാണ് വലത് സൈഡിലേക്ക് പോയിരിക്കുന്നത്. 2 1 3 12 1 13 ഈ രീതിയിൽ. അപ്പോൾ ഈ തൊട്ട് താഴെയാണെങ്കിലോ 2ഉം 5ഉം 7. അപ്പോൾ താഴത്തെ സംഖ്യ എന്ന് പറയുന്നത് 5 കൂടിയേക്കാണ് എക്സ് പ്ലസ് 5. അപ്പോൾ ഇവിടെ അതിനോട് 1 കൂട്ടി എക്സ് പ്ലസ് 6, അല്ലെങ്കിൽ ഈ മുകളിലുള്ള സംഖ്യയോട് 5 കൂട്ടിയാലും മതി. അടുത്തുള്ള ഇടത് സൈഡിലുള്ള സംഖ്യയോട് 1 കൂട്ടിക്കഴിയുമ്പോൾ എക്സ് പ്ലസ് 6. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് നമുക്കൊന്ന് നോക്കാം. എക്സ് ഇൻറ്റു ഇങ്ങനെ ഗുണിച്ച് കഴിയുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6 എന്ന് പറയുന്നത് എന്താ? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 6 6x. ഇനി ഇങ്ങോട്ടുള്ള ഗുണനം എന്ന് പറയുന്നത് എത്രയായിരിക്കും? എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 1 ഗുണിച്ച് നോക്കുമ്പോൾ എന്ത് കിട്ടും? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 1 എക്സ് പ്ലസ് ഇനി 5 കൊണ്ട് ഗുണിക്കുക. 5 ഇൻറ്റു എക്സ് 5x, 5 ഇൻറ്റു 1 5. അപ്പോൾ ഈ ഭാഗം എന്ന് പറയും എക്സ് സ്ക്വയർ പ്ലസ് 1x-ഉം 5x-ഉം കൂടെ കൂട്ടുമ്പോൾ 6x പ്ലസ് 5. നോക്കുക, ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് എക്സ് സ്ക്വയർ പ്ലസ് 6x ഇവിടെ ഉണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്. വ്യത്യാസം 5 ആണ്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ കലണ്ടറിലെ കണക്കായിരുന്നപ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് 7 ആയിരുന്നു, ഇവിടെ വ്യത്യാസം 5 ആണ്. അപ്പോൾ ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒരു ഗുണനപ്പട്ടിക ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 4 സംഖ്യകളുള്ള സമേതരത്തിന് പകരം 4 സംഖ്യകളുടെ നമ്മൾ വ്യത്യാസം കണ്ടുപിടിച്ചു. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എത്രയായിരുന്നു? 1 അല്ലേ കിട്ടിയത്. അടുത്തത് 9 സംഖ്യകളുള്ള സമേതരം എടുത്തു. അപ്പോൾ 4 മൂലകളിലുള്ള സംഖ്യകൾ മാത്രം അടയാളപ്പെടുത്തി അവ കോണോട് കോൺ കൂട്ടി. അപ്പം ഇങ്ങനെ കോണോട് കോൺ കൂട്ടിക്കഴിയുമ്പോൾ 6ഉം 20ഉം 26, 12ഉം 10ഉം 22. അപ്പം അതിൻ്റെ വ്യത്യാസം 4ആണ്. ഇതുപോലെ ഏത് സംഖ്യകൾ എടുത്താലും നമുക്ക് 4 തന്നെ കിട്ടും. അപ്പം നമുക്ക് ആ പട്ടിക ഒന്നുകൂടി ഇതിനകത്ത് ഒന്ന് ഉൾപ്പെടുത്താം. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ പട്ടിക. ആ പട്ടികയിൽ നമുക്കൊന്ന് നോക്കാം. 1 3 3 9. ഇത് തമ്മിൽ കൂട്ടിക്കഴിയുമ്പോൾ 10, ഇത് തമ്മിൽ കൂട്ടിക്കഴിയുമ്പോൾ 6.
1 + 9 10, 3 + 3 6. ഇതും 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 കൂട്ടാം. അപ്പോൾ നമുക്കവിടെ 49 + 81. ഇപ്പോൾ എത്ര കിട്ടും? 130 ആയിരിക്കും കിട്ടുന്നത്. അടുത്ത് 63 + 63 126. ഇതിൻ്റെയും ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ്, അതായത് വ്യത്യാസം എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഇത് നമുക്ക് ഓൾജിബ്ര ഉപയോഗിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു n വരുവാണെങ്കിൽ എല്ലായിടത്തും n എന്ന് പറയുന്ന സംഖ്യയെ ഗുണിച്ചേക്കുമായിരിക്കും. അപ്പോൾ m × n ഒന്നാമത്തത്. അടുത്തത് m + 1 × n. അടുത്തത് m + 2 × n. അതായത് ഇപ്പം 3 എന്ന് പറയുന്ന ഈ ഭാഗത്തെ സംഖ്യകൾ നോക്കുകയാണെങ്കിൽ 1 × 3, 2 × 3, 3 × 3 വരും. അടുത്തത് എത്രയാണ്? 1 × 4. ഇപ്പോൾ n ഉള്ളിടത്ത് n + 1 വരും. m അതുപോലെ തന്നെ നിൽക്കും. ഇത് n. അപ്പോൾ ഇത് എന്തായിരിക്കും? 1 ആണ്. 1 1, അതായത് m + 1 വരും. ഇത് n തന്നെ വരും. ഇത് m + 2 വരും. ഇത് n തന്നെ. അപ്പോൾ ഇവിടെ എന്ത് വരും? m വരും. n എന്നുള്ളത് എന്തായി മാറും? n + 1 ആവും. അപ്പോൾ ഇവിടെ m + 1, n എന്നുള്ളത് n + 1 ആവും. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ എഴുതുവാണെങ്കിൽ ഇവിടെ m × n + 1, m + 1 × n + 1, m + 2 × n + 1. ഇവിടെ m, 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 n, n + 1, n + 2, m + 1, m + 1, m + 1, n, n + 1, n + 2, m + 2, m + 2, ഇതും m + 2. അടുത്തത് n + 2. ഇതാണ് ആ ഒരു സ്ക്വയർ 9 എണ്ണമുള്ള സംഖ്യകൾ വരുന്നത്. ഇപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനി ഇത് തമ്മിൽ കൂട്ടാം. ഏതൊക്കെയാണ് കൂട്ടണ്ടേ? ഇതും ഇതും കൂട്ടുക. ഇതും ഇതും കൂട്ടുക. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ കൂട്ടുമ്പോൾ mn + m + 2 × n + 2 എന്ന് പറയുന്നത് mn പ്ലസ് ഇത് ഗുണിക്കുക mn പ്ലസ് 2m പ്ലസ് 2n പ്ലസ് 2 × 2 4. അതായത് mn എന്ന് പറയുന്നത് എത്ര mn ആവും? 2mn പ്ലസ് 2m പ്ലസ് 2n പ്ലസ് 4. ഇതിൻ്റെ തുകയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് രണ്ടും കൂടി. ഇനി അടുത്തത് ഇത് രണ്ടും കൂടി ഗുണിക്കുക, കൂട്ടുക. എന്ത് പറയുന്നത്? m × n + 2 പ്ലസ് m + 2 × n ഗുണിക്കുമ്പോൾ m × n mn, m × 2 2m പ്ലസ് m × n mn പ്ലസ് 2 × n 2n. അപ്പോൾ ഇത് 2mn പ്ലസ് 2m പ്ലസ് 2n. ഇതിൻ്റെ ഡിഫറൻസ് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഡിഫറൻസ്, അതായത് വ്യത്യാസം നോക്കുക. 2mn പ്ലസ് 2m പ്ലസ് 2n.
2mn + 2m + 2n. ബാക്കി എന്താ ഉള്ളത്? ബാക്കി വരുന്നത് 4ആണ് ഇതിൻ്റെ ഡിഫറൻസ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓൾജിബ്രായിക് ഫോം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇനി 9 സംഖ്യകൾക്ക് പകരം 16 സംഖ്യകൾ എന്ന് പറയുന്നത് എത്ര വരും? 4 × 4 16 സംഖ്യകൾ വരുമ്പോൾ എങ്ങനെയായിരിക്കും എഴുതേണ്ടത്? 16 സംഖ്യകൾ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും: m × n, m + 1 × n, m + 2 × n, m + 3 × n. ഇവിടെ m × n + 1, m നേരെ താഴെ m + 1 × n + 1, m + 2 × n + 1, m + 3 × n + 1. അടുത്തത് m × n + 2, m + 1 × n + 2, m + 2 × n + 2, m + 3 × n + 2, താഴെ m × n + 3, m + 1 × n + 3, m + 2 × n + 3, m + 3 × n + 3. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. വരകൾ വരച്ച് കഴിഞ്ഞാൽ നോക്കുക, ഇതും കൂടി കൂട്ടാം. അതുപോലെ തന്നെ ഇതും കൂടി കൂട്ടാം. അതായത് mn + m + 3 × n + 3 എന്ന് പറയുന്നത് mn + m × n, mn + m × 3, 3m + 3 × n, 3n + 3 × 3, 9. അപ്പോൾ എത്ര കിട്ടും? 2mn + 3m + 3n + 9. അടുത്തത് ഇത് തമ്മിൽ ചെയ്യുമ്പോൾ ഇതും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? m × n + 3 + m + 3 × n ചെയ്യുമ്പോൾ m × n + m × 3, 3m, m × n, mn + 3 × n, 3n. ഇപ്പോൾ ഇവിടെ mn ഉം കൂടെ കൂട്ടുമ്പോൾ 2mn + 3m + 3n ഉണ്ട് കേട്ടോ, 3n. ഇപ്പോൾ ഇവിടെ നോക്കി ഇതിൻ്റെ ഡിഫറൻസ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോൾ ഡിഫറൻസ് = 9. ഈ 9 ആണ് അതിൻ്റെ വ്യത്യാസം. അതായത് നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞ പോലെ അടുത്തടുത്തുള്ള 2 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 1 ആണ്. 3 എടുത്ത് കഴിയുമ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് 4 ആയി. 4 എടുത്ത് കഴിയുമ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് 9 ആയി. അപ്പോൾ 5 എടുത്ത് കഴിയുമ്പോൾ വ്യത്യാസം എത്രയാണെന്ന് നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കാം.